നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രന് നേരെ സൈബർ ആക്രമണം രൂക്ഷം. KSRTC ബസ് ഡ്രൈവറുമായി ഉണ്ടായ തർക്കത്തിന് പിന്നാലെയാണിത്. മേയറുടെ ഔദ്യോഗിക വാട്സ്ആപ്പ് നമ്പറിലേക്ക് അടക്കം നിരവധി അശ്ലീല സന്ദേശങ്ങൾ എത്തിയിട്ടുണ്ട്. സമൂഹ മാധ്യമങ്ങളിലും മേയർക്കെതിരെ അധിക്ഷേപം വ്യാപകമാണ്. ഇതോടെ പോലീസ് മേധാവിക്കും മ്യൂസിയം പോലീസിലും നഗരസഭാ സെക്രട്ടറി പരാതി നൽകി. KSRTC ഡ്രൈവർ യദുവുമായി ഉണ്ടായ വാക്കേറ്റത്തിന് പിന്നാലെ മേയർ നൽകിയ പരാതി പ്രകാരം കേസെടുത്തിരുന്നു. അതേസമയം സംഭവ സ്ഥലത്തെ കൂടുതൽ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. KSRTC ബസിന് കുറുകെ കാറിട്ട ശേഷമായിരുന്നു വാക്പോര്. സീബ്ര ലൈനിന് മുകളിലാണ് മേയർ ആര്യ രാജേന്ദ്രൻ സഞ്ചരിച്ചിരുന്ന കാർ ഇട്ടിരിക്കുന്നത്. ശനിയാഴ്ച രാത്രി 9:45 പാളയം സാഫല്യം കോംപ്ലക്സിന് മുന്നിലെ സിഗ്നലിലാണ് സംഭവം. പ്ലാമൂട് PMG റോഡിൽ ബസും കാറും സമാന്തരമായി വരുന്നതും ഒടുവിൽ പുറത്തു വന്ന ദൃശ്യങ്ങളുണ്ട്. നേരത്തെ ബസ് തടഞ്ഞില്ലെന്ന് മേയർ പറഞ്ഞിരുന്നു. ഇതിനിടെ മേയറുമായി തർക്കത്തിലേർപ്പെട്ട KSRTC ഡ്രൈവർക്കെതിരെ നടപടി ആരംഭിച്ചു. ഡ്രൈവർ യദുവിനെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് യദുവിനോട് ഡ്യൂട്ടിക്ക് കയറേണ്ടെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കൂടാതെ DTOയ്ക്ക് മുൻപാകെ ഹാജരായി വിശദീകരണം നൽകാനും യദുവിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബസിന് കുറുകെ കാർ നിർത്തി തടയുകയും ട്രിപ്പ് പൂർണ്ണമാക്കാൻ അനുവദിക്കാതെ യാത്രക്കാരെ ഇറക്കി വിടുകയും ചെയ്ത സംഭവത്തിൽ പരാതി നൽകാൻ തയ്യാറാകാതെ KSRTC ഒളിച്ചു കളിക്കുന്നതിന് പിന്നിൽ രാഷ്ട്രീയ ഭയം. മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് KM സച്ചിൻ ദേവ് MLAയും ഉൾപ്പെടെയുള്ളവർ പ്രതിസ്ഥാനത്തുള്ള സംഭവത്തിൽ രാഷ്ട്രീയ സമ്മർദ്ദമേറെയാണ്. ഡ്രൈവർക്കെതിരെ നടപടി വേണമെന്ന് തിരുവനന്തപുരം നഗരസഭ പ്രമേയം പാസാക്കിയതും CPMന്റെ നിലപാട് വിശദീകരണമാണ്. മേയർക്കെതിരായ നടപടികളൊന്നും KSRTCയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ല. ഭരണകക്ഷിയുടെ സമ്മർദ്ദം കാരണമാണ് പരാതി നൽകാതെ KSRTC കള്ളക്കളി നടത്തുന്നത്. അതേസമയം ആഭ്യന്തര അന്വേഷണം നടത്തി ഡ്രൈവർക്ക് അനുകൂലമായി KSRTC CMD പ്രാഥമിക റിപ്പോർട്ട് മന്ത്രിക്ക് നൽകിയെങ്കിലും വിശദ റിപ്പോർട്ട് നൽകാൻ മന്ത്രി ആവശ്യപ്പെട്ടു. അതായത് KSRTC MDയുടെ റിപ്പോർട്ട് ഡ്രൈവർക്ക് അനുകൂലമാണ്. ഇത് മനോരമയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിനിടെ ബസ്സിനുള്ളിലെ ക്യാമറകൾ പോലീസ് പരിശോധിക്കും. അശ്ലീലാംഗ്യം കാട്ടിയതിനുള്ള തെളിവാണെന്ന് പോലീസ് തേടുന്നത്. ഇതിൽ നിന്നും സംഭവത്തിന്റെ യഥാർത്ഥ ചിത്രം കിട്ടുമെന്നാണ് പോലീസ് പറയുന്നത്. കേസെടുക്കാൻ പോലീസ് വിസമ്മതിച്ചതോടെ ഡ്രൈവർ യദു സിറ്റി പോലീസ് കമ്മീഷണർക്കും ട്രാൻസ്പോർട്ട് കമ്മീഷണർക്കും പരാതി നൽകി. ഈ പരാതികളിൽ നടപടി ഉണ്ടാകാതെ വന്നാൽ കോടതിയെ സമീപിക്കാനാണ് തീരുമാനം. അതേസമയം ബസ് തടഞ്ഞ് ട്രിപ്പ് മുടക്കിയതിന് പരാതി നൽകേണ്ടെന്നാണ് KSRTCയുടെ തീരുമാനം. KSRTC ബസ് തടഞ്ഞതിനും സീബ്ര ലൈനിൽ വാഹനം നിർത്തി ട്രാഫിക് നിയമം തെറ്റിച്ചതിനും കേസെടുക്കാമെങ്കിലും ഡ്രൈവറുടെ ആരോപണം നിലവിലെ കേസിനൊപ്പം അന്വേഷിക്കാനാണ് പോലീസിന്റെ തീരുമാനം. ഡ്രൈവർ യദുവിന്റെ മൊഴിയെടുക്കും. അപകടകരമായ നിലയിൽ വാഹനം ഓടിച്ച് നിയമലംഘനം നടത്തുകയും അശ്ലീല ആംഗ്യം കാട്ടിയ ഡ്രൈവറെ തടഞ്ഞു വെക്കുകയുമാണ് മേയറും MLAയും ചെയ്തതെന്ന് പോലീസ് ന്യായീകരിക്കുന്നു. എന്നാൽ ബസ്സിനുള്ളിലെ ക്യാമറ പരിശോധനയിൽ ഇതിൽ സത്യം തെളിയും. ബസ് തടഞ്ഞില്ലെന്ന നിലപാടായിരുന്നു മേയർക്ക്. റെഡ് സിഗ്നലിൽ ബസ് നിർത്തിയപ്പോൾ ബസ്സിനടുത്തെത്തി ഡ്രൈവറെ ചോദ്യം ചെയ്യുക മാത്രമാണ് ഉണ്ടായത് എന്നാണ് മേയർ മാധ്യമങ്ങളോട് പറഞ്ഞത്. എന്നാൽ സീബ്ര ലൈനിൽ ബസ്സിന് കുറുകെ കാർ നിർത്തിയിട്ട ശേഷം ബസ്സിന്റെ ഡോർ വലിച്ചു തുറന്ന് ഡ്രൈവറുമായി വാക്കേറ്റമുണ്ടാകുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ ഈ വാദം പൊളിയുകയായിരുന്നു.